നമസ്കാരമുണ്ട്. ഞാൻ വിന്നേഴ്സിലെ ഷാൻ ടീച്ചർ. ഞാൻ 9th സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി ചാപ്റ്റർ എടുക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എടുത്തിരുന്നു. പുൽബനീതിമാം എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. നെക്സ്റ്റ് ചാപ്റ്റർ TV ആണ്. അതൊരു കോൺവെർസേഷൻ പോലെയും ഒരു ചെറിയ സ്റ്റോറി പോലെയുമാണ് അതെടുക്കാതെ ഞാൻ അടുത്തത് പക്ഷി ഓർ ദിമക്കാണ് എടുത്തിരിക്കുന്നത്. TV ഞാൻ ഇടുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് പക്ഷി ഓർ ദിമക്കാണ്, അതുകൊണ്ട് ഞാനിത് എടുക്കുകയാണ്. ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറയുന്ന ഒരു കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ പക്ഷി ഓർ ദിമക്ക് എന്ന് പറയുന്നത് ഒരു വലിയ സ്റ്റോറിയാണ്. ഇത് ചെറുതാക്കി ഈ സ്റ്റാൻഡേർഡിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് വായിച്ച് പഠിക്കാം. ഓക്കെ. पक्षी और दिमक। एकदा पक्षी वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था। उसके साथ उसके पिता और मित्र भी थे। सब बहुत ऊंचाई पर उड़ने वाले पक्षी थे। उनकी निगाह भी बड़ी तेज थी। उन्हें दूर दूर की भनक और दूर दूर की महक भी मिल जाती। एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है। उसमें बड़े बड़े बोरे भरे हुए हैं। गाड़ी वाला चिलचिलाकर कहते हैं, दो दिमक ले एक पंख दो। ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് ആണുള്ളത്, പക്ഷിയും ധിമക്കും. ധിമക് മീൻസ് ചിതലാണ്. ഏകദ പക്ഷി, ഒരു പക്ഷി. വഹ നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ രഹാ ഥാ. നീലെ മീൻസ് നീല, ആസ്മാൻ ആകാശം, ഖൂബ് ഊഞ്ചായി വളരെ ഉയരത്തിൽ, ഉഡ്ത പറക്കുക, നീലാകാശത്തിൻ്റെ ഉയരത്തിലൂടെ അത് പറക്കുകയാണ്. ഉസ്കെ സാദ് ഉൻകെ പിതാ ഓർ മിത്ര ഭി ദേ. അതിൻ്റെ കൂടെ അതിൻ്റെ പിതാവും മിത്രങ്ങളും കൂട്ടുകാരും ഉണ്ട്. സബ് ബഹുത്ത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ദേ. എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷികളാണ്. ഉൻകി നിഖാവ് കി ബഡി തേസ് ദി. നിഖാവ് മീൻസ് നോട്ടം. ബഡി തേസ്, തേസ് മീൻ തീഷ്ണം. അവയുടെ നോട്ടം വളരെ മൂർച്ചയുള്ളതാണ്, തീഷ്ണതയുള്ളതാണ്. ഉൻകി ദൂർ ദൂർ കി ഭനക് ഓർ ദൂർ ദൂർ കി മഹക് ഭി മിൽ ജാത്തി ഹെ. വേറൊരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് ദൂരെ ദൂരെയുള്ള ഭനക് മീൻസ് ആവാസ്, ശബ്ദം, ഓർ ദൂർ ദൂർ കി മഹക്, മഹക് മീൻസ് സ്മെൽ, മണം. അതായത് ദൂരെ ദൂരെയുള്ള ശബ്ദവും ഗന്ധവും അവയ്ക്ക് കിട്ടുമായിരുന്നു. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. ഒരിക്കൽ ഒരു യുവപക്ഷി, ഒരു കുഞ്ഞു പക്ഷി നിലത്തുകൂടി പോകുന്ന ഒരു കാളവണ്ടി കണ്ടു. ബേൽഗാഡി മീൻസ് കാളവണ്ടി, ജമീൻ മീൻസ് ഭൂമി. ഉസ്മേ ബഡേ ബഡേ ഭോരെ ഭരേ ഹുയേ ഹെ. അതിൽ വലിയ വലിയ ചാക്കുകെട്ടുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു. ഭോരെ മീൻസ് ചാക്ക്, ഭരെ നിറയ്ക്കുക. ബഡേ ബഡേ ഭോരെ ഭരെ എന്ന് വെച്ചാൽ വലിയ വലിയ ചാക്കുകെട്ടുകൾ ഉണ്ടായിരുന്നു. ഗാഡിവാല ചിൽ ചിലാക്കർ കഹത്തെ ഹെ. അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തുവാണ് പറഞ്ഞത്? ധോ ധുമക്ക് ലോ ഏക്ക് ഭങ്ക് ദോ. രണ്ട് ചിതറുകൾ എടുത്തോ, ഒരു തൂവൽ തരൂ. ഇതാണ് ബേൽഗാഡി പറഞ്ഞുകൊണ്ട് പോകുന്നത്. उस नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिनके खाकर वे अपनी भूख थोड़ी बहुत शांत कर देते. लेकिन दीमकें सिर्फ ज़मीन पर मिलती थी. कभी कभी पेड़ों पर ज़मीन से तने पर चढ़कर ऊंची टाल तक वे अपना मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह ना मिलते. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दिमकों को बोरे में भरकर बेच रखता है. എന്താ പറയുന്നത് നോക്കാം. ഉസ് നവജവാൻ പക്ഷിക്കോ ദിമക്കോക്ക ഷൗക്ക്ദ. നവജവാൻ പക്ഷിക്ക് ഈ ദിമക്കിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വൈസേ തോ ഊഞ്ചേ उड़ने वाले पंछियों को हवा में ही बहुत से कीड़ों तैरते हुए मिल जाते. അവ എന്തു ചെയ്യുമായിരുന്നു? ആകാശത്ത് തൻ്റെ പരിവാരങ്ങളുടെയും മിത്രങ്ങളുടെയും ഒക്കെ കൂടെ എന്തു ചെയ്യുമായിരുന്നു? ആകാശത്തുകൂടെ കാറ്റിൽ പറന്നു നടക്കുന്ന ധാരാളം പ്രാണികളുണ്ട്. അവയെ എന്തു ചെയ്യുമായിരുന്നു?
അതിനെ ഭക്ഷിക്കുമായിരുന്നു. കീടോ തേർത്തെ എന്ന് വെച്ചാൽ തേർത്തെ മീൻസ് നീന്തുക, പറക്കുക, വായുവിൽ സഞ്ചരിക്കുക. കീടങ്ങളെ അവ തിന്നുമായിരുന്നു. ഇസ്കെ കാക്കർ വേ അപ്പനി ഫൂക്ക് ധോടി ബഹത്ത് ശാന്ത് കർ ലേത്തെ. അതിനെ ഭക്ഷിച്ചാണ് അവ അതിൻ്റെ ഭൂക്ക് മീൻസ് വിശപ്പ് ശാന്ത് ശമിപ്പിച്ചിരുന്നത്. ലേക്കിൻ ദിമക്കോ സിർഫ് സെമീൻ പർ മിൽത്തി തി. പക്ഷേ ചിതറുകളെ നിലത്തു നിന്ന് മാത്രമേ കിട്ടുകയുള്ളായിരുന്നു. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची टाल तक वे अपना मटियाला लंब घर बना लेती. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില മരങ്ങളുടെയൊക്കെ തടികളിൽ മണ്ണുകൾ കൊണ്ട്, മൺകട്ട കൊണ്ട്, അതായത് മണ്ണുകൾ കൊണ്ട് അവ എന്ത് ചെയ്യുന്നു, നീളമുള്ള അല്ലെ ലംബഘർ, ഉയരമുള്ള ഏകദേശം തടിയിൽ നിന്നും തുടങ്ങി ശിഖരം വരെ അത് മൺകൂന ഉണ്ടാക്കും. അതാണ് അതിൻ്റെ വീടെന്ന് പറയുന്നത്. അവിടെയാണത് താമസിച്ചിരുന്നത്. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह न मिलते. പക്ഷെ അങ്ങനെയുള്ള കുറച്ച് മരങ്ങളെ ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം ഒരു സ്ഥലത്തു നിന്ന് തന്നെ കിട്ടുമായിരുന്നു. ഇത് ആകാശത്തൂടെ പറന്നു നടക്കേണ്ട കാര്യമില്ലായിരുന്നു. നവജവാൻ പക്ഷിക്കോ ലഖ, നവജവാൻ പക്ഷിക്ക് തോന്നി, എന്ത് തോന്നി, യഹ് ബഹുത്ത് ബഡി സുബിദ് ഹേ കി ഏക് ആദ്മി ദിമക്കോങ്കോ ബോരെ മേ ഭർക്കർ ബജ് രഹാ ഹേ. അതായത് ഒരു മനുഷ്യൻ ചിതറുകളെ ചാക്കി നിറച്ച് വിറ്റുകൊണ്ടിരിക്കുന്നു. ഇതൊരു വളരെ സൗകര്യമുള്ള കാര്യമാണല്ലോ എന്ന് യുവപക്ഷിക്ക് തോന്നി. വാഹ് അപ്പനി ഊഞ്ചായോൻ ചോട്ട്കർ മണ്ടരാത്ത ഹുവാ നീച്ചെ ഉതരത്താ ഹേ ഓർ पेड़ की एक टाल पर बैठ जाता है. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ दो दिमक दबाकर वह पक्षी फुर से उड़ जाता है. अब उस पक्षी को गाड़ी वाला से दो दिमक खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाला को एक पंग देखकर दो दिमक खरीद लेता. वह अपनी ऊंचाइयों छोड़कर मंडराता हुआ नीचे उतरते ही. അതായത് ഉയരമൊക്കെ ഉപേക്ഷിച്ച് വട്ടമിട്ട് അവ എന്തൊക്കെ ആരെ കണ്ടുകൊണ്ട്, ഗാഡിവാലയെ കണ്ടുകൊണ്ട് പറന്ന് താഴേക്ക് എവിടെ വന്നിരുന്ന്, ഏക്ക് ടാൽപ്പർ ബൈഡ്, ഒരു മരക്കൊമ്പിൽ വന്ന് ഇരുന്നു. ദോനോക സൗദ തയാ ഹോ ജനാത്ത. രണ്ടുപേരും കച്ചവടം തീരുമാനിച്ചു. സൗദ മീൻസ് കച്ചവടം. മണ്ടരാത്ത മീൻസ് അതായത് ചുറ്റിക്കറങ്ങി, വട്ടം കറങ്ങി അവ താഴെ വന്നിരുന്നു എന്നർത്ഥം. മണ്ടരാത്ത മീൻസ് വട്ടം കറങ്ങുക. സൗദ മീൻസ് കച്ചവടം. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है. അവ എന്ത് ചെയ്തു, തൻ്റെ ചുണ്ടുകൊണ്ട്, ചോഞ്ച് മീൻസ് ചുണ്ട്, ചുണ്ടുകൊണ്ട് ഒരു തൂവൽ വലിച്ച് എടുക്കുന്നതിനിടയിൽ അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തക്കലീഫ് അതായത് കിഞ്ചിക്കർ എന്ന് വെച്ചാൽ വലിച്ചെടുക്കുക. തകലീഫ് മീൻസ് ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടായിരുന്നു. ലേക്കിൻ ഉസേ വഹ് ബർദാശം കർ ലേത്തെ ഹി. എന്നിട്ടും അവ എന്ത് ചെയ്ത്, ബർദാശത്ത് മീൻസ് സഹിക്കുക, എന്നിട്ടും അത് സഹിച്ചു. മൂക്ക് ബഡേ സ്വാദ് കെ സാത്ത് ദോ ദിമക്ക് ദബാക്കർ വഹ് പക്ഷി ഫുർസെ ഉടാ ജാത്താ ഹി. അതിന് എല്ലാം സഹിക്കുന്നുണ്ടായിരുന്നു. വായിൽ നല്ല സ്വാദുള്ള രണ്ട് ചിതലുകളെ അമർത്തിക്കൊണ്ട് ആ പക്ഷി പെട്ടെന്ന് എന്ത് ചെയ്ത്, പക്ഷി ഫുർസെ ഉടാ ജാത്തേ ഹെ. ഫുർ മീൻസ് ചിറകടിച്ച് അത് പറന്ന് പോയി. अब उस पक्षी को गाड़ी वाला से दो दिमक खरीदने और एक पर देने बेड़ी आसानी मालूम हुई. ഇപ്പോൾ പക്ഷിക്ക് വണ്ടിക്കാരനിൽ നിന്നും, അതായത് ഗാഡിവാലയിൽ നിന്നും രണ്ട് ചിതലുകളെ വാങ്ങുക എന്നുള്ളത്, രണ്ട് ചിതലുകളെ വാങ്ങുകയും ഒരു തൂവൽ കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമായി. മാലൂം, ആസാനി, ആസാനി മീൻസ് ഈസി, എളുപ്പമായി. വഹ് ജോസ് तीसरे पहर नीचे उतरता और गाड़ी वाला को एक पंग देख कर दो दिमक खरीद लेते.
എന്നും മൂന്നാം യാമത്തിൽ താഴെ ഇറങ്ങി വണ്ടിക്കാരിൽ നിന്ന് ഒരു തൂവല് നൽകുകയും 2 തിതറുകളെ വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझने की कोशिश की कि बेटे दिमाग हमारा स्वाभाविक आकार नहीं है और उनके लिए अपने पंख तो हरगिज नहीं लिए जा सकते. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर लिया. उसे जमीन पर उतरकर दिमाग खाने की चढ़ लग गई थी. अब उसे न तो दूसरे कीड़े अच्छे लगते, न फल, न अनाज के दाने. दिमाग का शौक अब उस पर हावी हो गया था. कुछ दिनों तक ऐसा ही चलता रहा. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. एक दिन उसके पिता ने देखना. ഒരു ദിവസം അച്ഛൻ കണ്ടു. उसने समझने की कोशिश की कि बेटे दिमाग हमारा स्वाभाविक आकार नहीं है. അച്ഛൻ പറഞ്ഞു, ഒരിക്കലും നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല ചിതലുകൾ. और उनके लिए अपने पंख तो हरगिज नहीं दिए जा सकते. ഒരിക്കലും നീ നിന്റെ ചിറകുകൾ കൊടുക്കരുത് എന്ന് അച്ഛൻ ആ യുവപക്ഷിനെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷി അനുസരിച്ചോ? നമുക്ക് നോക്കാം. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुख दूसरी ओर कर ले. അതായത് ആ യുവപക്ഷി വലിയ അഹങ്കാരത്തോടുകൂടി, ഗർവോടുകൂടി അപ്പനാ മൂഹ് ദൂസരാവും, തൻ്റെ മുഖം മറുവശത്തേക്ക് തിരിച്ച്. അതിനിഷ്ടമല്ലായിരുന്നു ഉപദേശിക്കുന്നത്, അല്ലേ? ഇപ്പോൾ അതിനെന്ത് ചെയ്യാണ്? ഉസേ ജമീൻ പർ ഉതർക്കർ ദിമക്കോ ഖാനേക്ക് ചട്ട് ലഗ് ഗയീതി. പക്ഷേ അതിന് ചിതലുകളെ തിന്നുന്നത് വലിയ ഇഷ്ടമായിരുന്നു. എവിടെ നിന്ന്? ജമീൻ പർ, നിലത്തു നിന്ന്. ഇപ്പം അതിന് എന്തും ഇഷ്ടമല്ല. നാ ഫൽ നാ അനാജ് കാ ദാനെ. അതായത് അതിനിപ്പം പ്രാണികളെയോ പഴങ്ങളെയോ ധാന്യമണികളെയോ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെന്തുവാണ്? ദിമക്കോങ്കാ ഷൗക്ക്, ദിമക്കിനോടുള്ള അതിയായ ഇഷ്ടം, രുചി. അബ് ഉസ് പർ ഹാവി ഹോ ഗയാഥ, അവനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ചട്ട് മീൻസ് ഇഷ്ടം, ഗർവ് മീൻസ് അഹങ്കാരം, ഹർഗിസ് ഒരിക്കലും, അച്ഛൻ പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത്, നിന്റെ ചിറകുകൾ ഒരിക്കലും കൊടുക്കരുത് എന്ന് അച്ഛൻ മകനെ ഉപദേശിച്ചു. മകൻ അനുസരിച്ചോ? യുവതലമുറയാണല്ലേ, യുവതലമുറ ഏറ്റവും വെറുക്കുന്ന ഒന്നാണ് ഉപദേശം എന്ന് പറയുന്നത്, അല്ലേ? അക്ഷമ തന്നെയാണ് അതിന് കാരണം. അതായത് മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ഉപദേശിക്കുന്ന കാര്യങ്ങൾ ക്ഷമയോടിരുന്ന് കേൾക്കുവാനും അത് സ്വീകരിച്ച് മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സ് ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഇല്ല. അതാണ് നമ്മുടെ ഹിന്ദിയിലെ പ്രമുഖ കവിയായ മുക്തിബോധ് ഇവിടെ അവതരിപ്പിച്ച് കാണിച്ചിരിക്കുന്നത്. അലസത, അതാണ് അലസ മനസ്സാണ്. അലസ മനസ്സ് നിറഞ്ഞ ഒരു ചെകുത്താനാണ് ആരെന്ന് പറയുന്നത്? ഇവിടെ പക്ഷി എന്ന് പറയുന്നത്. അതിന് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറല്ല. അതാണ് കവി ഇവിടെ ഒരു സുന്ദരമായ സ്റ്റോറിയിലൂടെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. लेकिन कितना दिनों तक चलता, उसके पंखों की संख्या लगातार घटती चली गई. अब वह ऊंचाइयों पर अपना संतुलन साधा नहीं सकता था. न बहुत समय तक पंख उसे सहारा दे सकते थे. आकाश यात्रा के दौरान उसे चलती चलती पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाफते हुए बैठ जाना पड़ता. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगों बढ़ जाते. वह बहुत पिछड़ जाता. फिर भी दिमाग खाने का उसका शौक कम नहीं हुआ. दिमागों के लिए गाड़ी वाला को वह अपने पंख तोड़ कर देता रहा. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവയ്ക്ക് ധിമക്കിനോടുള്ള ഷൗക്ക്, അല്ലേ, രുചി അവയിൽ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇനി എന്താ സംഭവിച്ചത്? ലേക്കിൻ ഐസാക്ക് കിത്തന തക് ചൽത്താ, പക്ഷേ എത്ര നാൾ ഇങ്ങനെ കടന്നു പോകും, അല്ലേ? ധിമക്കിനെ മാത്രം തിന്നുകൊണ്ട്, അതായത് തൻ്റെ ചിറകുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്ര നാൾ ഇങ്ങനെ കഴിയും? ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാത്തർ ഘട്തി ചലി ഗയി.
അങ്ങനെ എന്തുവാ, അതിൻ്റെ തൂവലുകളുടെ എണ്ണം ക്രമേണ തീരെ കുറഞ്ഞേ വന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും, സാധാരണ പക്ഷികൾക്ക് അവയ്ക്ക് ആകാശത്തിലൂടെ സന്തുലനം ചെയ്ത് പറക്കുവാൻ അവയെ ആശ്രയിക്കുന്നത് അതിൻ്റെ ചിറകുകളാണ് അല്ലേ. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലോ, अब वह ऊंचाइयों पर अपना संतुलन साधा नहीं सकता था. അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ അതിന് ഉയരങ്ങളിൽ തൻ്റെ ശരിയായ തുലനം ചെയ്ത് ഒരുപോലെ പറക്കുവാൻ അതിന് സാധിക്കുന്നില്ല. നാ ബഹുത്ത് സമയത്തക് പങ്ക് ഉസെ സഹാര ദേ സക്തേ. അതുകൊണ്ട് അവയ്ക്ക് ഒരുപാട് സമയം എന്ത് ചെയ്യേണ്ടി വന്നു, അതായത് ഒരുപാട് സമയം ചിറകുകൾക്ക് ആശ്രയം നൽകാനും അവയ്ക്ക് കഴിയുന്നില്ല. आकाश यात्रा के दौरान उसे चलती चलती पहाड़ी चट्टानों, पेड़ों की चोटियों, गुबत्थों और बुर्जों. ആകാശയാത്ര, അവ സാധാരണ ആകാശത്തിലൂടെയാണല്ലോ പറക്കുന്നത്. ആകാശയാത്രക്കിടയിൽ അതിന് പെട്ടെന്ന് പർവ്വതങ്ങളിലൂടെയും പാറകളിലൂടെയും ഒക്കെ തട്ടി, പഹാഡി മീൻസ് പർവ്വതം, ചട്ടാനോ അതായത് പർവ്വതങ്ങളിലൊക്കെ ചെന്ന് ഇടിച്ചും, പേടോങ്കി ചോട്ടിയോം, ഗുബത്തോം മീൻസ് താഴികക്കുടം എന്നർത്ഥം, ഓർ ബുർസോം പർ ഹഫ്തെ ബൈറ്റെ ജാന പട്ടാത. അതായത് എന്ത് ചെയ്യും, മരങ്ങളുടെ തുഞ്ചത്തും താഴികക്കുടങ്ങളിലും ഗോപുരങ്ങളിലും ഒക്കെ അവ എന്ത് ചെയ്യേണ്ടി വന്നു, ആ യാത്രകൾക്കിടയിൽ ഇരുന്നും കിതച്ചുമൊക്കെ അതിന് യാത്ര ചെയ്യേണ്ടി വന്നു. उसके परिवार वाले तथा मित्र ऊंचाई पर तैरते हुए आगो बढ़ जाते. അവയുടെ കൂടെയുള്ള അതിൻ്റെ കുടുംബങ്ങൾ, പരിവാരങ്ങൾ, കൂട്ടുകാരും സുന്ദരമായിട്ട് വായുവിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് പോയി. വഹ് ബഹത്ത് പിജഡ് ജാത്ത. പക്ഷേ ഇത് മാത്രം വളരെ പിറകിലാണ്. ഫിർഫി ദിമക്ക് ഖാനേക്ക ഉസ്കാ ഷൗക്കം നഹിവ. എന്നിട്ടും അതിന് ദിമക്കിനോടുള്ള ഇഷ്ടം കുറഞ്ഞില്ല. दिमकों के लिए गाड़ी वाला का वह अपने पंख तोड़ कर देते जाता रहा. എന്ത് ചെയ്ത്, ചിതലുകളെ തിന്നാനുള്ള അതിൻ്റെ താല്പര്യം കുറഞ്ഞതുമില്ല. ചിതലുകൾക്ക് വേണ്ടി വണ്ടിക്കാരന് അത് തൻ്റെ തൂവലുകൾ പിഴുതെടുത്ത് കൊടുക്കാനും മടിയില്ലായിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिसल है. वह मूर्खों का काम है. उसकी हालत यही थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उठकर दूसरे पेड़ तक पहुंच पाता. धीरे धीरे उसकी यह शक्ति की कम होती रही और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक टाल से लगी हुई दूसरी टाल पर चलकर कूदकर पहुंचता. लेकिन दिमक खाने का शौक नहीं छूटा. फिर उसने सोच कि आसमान में उड़ना ही फिजुल है. പിന്നീട് ആകാശത്ത് പറക്കുന്നത് എങ്ങനെയാന്ന് തോന്നി, ബഹു മൂർഖോങ്ക കാം ഹി. അതായത് വെറുതെയാണെന്നും അത് വിഡ്ഢികളുടെ ജോലിയാണെന്നും അതിന് തോന്നി. അതായത് നമുക്ക് പിന്നീട് ആകാശത്ത് പറക്കുന്നത് തന്നെ വെറുതെയാണെന്ന് അതിന് സ്വയം ചിന്തിച്ചു തുടങ്ങി. പറക്കുന്ന പക്ഷികളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ പക്ഷിക്ക് തോന്നി അത് വിഡ്ഢികളുടെ ജോലിയാണെന്ന്. അതായത് ഇങ്ങനെ കവി പക്ഷിയെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം എന്താണ്, അതിന് ഭൂമിയിൽ നിന്ന് ധാരാളം ചിതലുകളെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആകാശത്തുകൂടി പറന്ന് വായുവിൽ സഞ്ചരിക്കുന്ന പക്ഷികളെ തിന്നുക എന്നത് ഒരു വിഡ്ഢിത്തമായി ഇപ്പോൾ അതിന് തോന്നി. ഉസ്കി ഹാലത്ത് യഹ് ധി കി അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ ഥ. ഇപ്പോൾ അതിന് ആകാശത്ത് പറക്കാനേ കഴിയുന്നില്ല എന്ന അവസ്ഥയിലും എത്തിയിരിക്കുന്നു അല്ലേ. വഹ് സിർഫ് ഏക്ക് പേഡ് സെ ഉട്ട്കർ ദൂസരോ പേഡ് തക് പഹുഞ്ച് പാത്ത. എങ്ങനെയാണ്, ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് എത്തുക, അത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുന്നു അല്ലേ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തിക്ക് കം ഹോത്തി ഹെ. പതിയെ പതിയെ അതിൻ്റെ ശക്തിയുടെ അളവും കുറഞ്ഞുകൊണ്ടേ ഇരുന്നു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक टाल से लगी हुई दूसरी टाल पर चलाकर फुदकर पहुंचता. അതായത് അവ എങ്ങനെയാണ് പോകുന്നത്, വളരെ കഷ്ടപ്പെട്ട് ഒരു മരത്തിൻ്റെ ഒരു കമ്പയോട് ചേർന്ന് മറ്റൊരു കമ്പിലേക്ക് ചാടിയും നടന്നും
ഒരുപാട് സമയം അതിന് എത്തേണ്ടി വരുന്നു അല്ലേ. ലേക്കിൻ ദിമക് ഖാനെ കാ ഷൗക്ക് നഹി ചൂട്ട, എന്നിട്ടും എന്തിനെ ഉപേക്ഷിച്ചില്ല? ചിതലിനെ തിന്നുവാനുള്ള താല്പര്യം, ഇഷ്ടം അതിന് കുറഞ്ഞിട്ടില്ല, അത് ഉപേക്ഷിച്ചിട്ടും ഇല്ല. बीच बीच में गाड़ी वाला बुद्धा दे जाता, वह कहीं नजर में न आता, पक्षी उसके इंतजार में गुलतार रहता. ഇടയ്ക്കിടയ്ക്ക്, ബീച്ച് ബീച്ച് മീൻസ് ഇടയ്ക്കിടയ്ക്ക്, ഗാഡിവാല കച്ചവടക്കാരൻ, ബുദ്ധ മീൻസ് ചതിക്കുക, വഹ് കഹി നസർ മേ ന ജാത്ത, അയാളെ എവിടെങ്ങും കാണാറില്ലായിരുന്നു. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹ്ത, ഇന്തസാർ മീൻസ് പ്രതീക്ഷിക്കുക, ഗുൽത്ത മീൻസ് ക്ഷീണിക്കുക. പക്ഷി എന്ത് ചെയ്യായിരുന്നു? അയാളെ അവിടെ എങ്ങും കാണാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ പക്ഷി അയാളെ പ്രതീക്ഷിച്ച് അലഞ്ഞു തിരിഞ്ഞു വളരെ ക്ഷീണിച്ച് തളർന്ന് ഇരിക്കുകയായിരുന്നു. लेकिन दिमकों का शौक जो उसे था, उसने सोचा मैं खुद दिमकों टूटूंगा, इसलिए वह पेड़ पर से उतरकर जमीन पर आ गया और गैस के एक लहराते गुच्छे में सिमटकर बैठ गया. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, वह खूब मेहनत से जमीन में से दिमकों चुन चुनकर खाने के बजाया उनके इकट्ठा करने लगा. अब उसने 5 दिमकों के ढेर हो गया. लेकिन दिमकों का शौक जो उसे था, പക്ഷേ ചിതറുകളുള്ള താല്പര്യം അതിന് കുറഞ്ഞോ? അതിന് കുറഞ്ഞിരുന്നില്ല. ഉസ്നെ സോച്ച, അവ ചിന്തിച്ചു. അതെന്താണ് ചിന്തിച്ചത്? മേ ഖൂദ് ദിമക്കോം ടൂട്ടോങ്ക, എന്ത് ചെയ്യണം? താൻ തനിയെ ചിതലുകളെ ഒന്ന് തിരയുവാൻ അവൻ ശ്രമിച്ചു. ഇസ്ലിയെ വഹ് പേട് പർ സെ ഉദർക്കർ ജമീൻ പർ ആ ഗയ, അങ്ങനെ അവൻ എന്ത് ചെയ്ത്? മരത്തിൽ നിന്ന് ഇറങ്ങി നിലത്തേക്ക് വന്നു. ഓർ ഗാസ് കെ ഏക് ലഹരാത്തെ ഖൂച്ചെ മേ സിമട്ട് കർ ബൈഠ് ഗയ, അവൻ എന്ത് ചെയ്തു? ഒരു പുൽത്തകിടിൽ, ഘാസ് മീൻസ് പുല്ല്, ഖൂച്ചെ മീൻസ് കൂട്ടം, അവൻ എന്ത് ചെയ്തു? നിലത്തിറങ്ങിയിട്ട് പുൽപ്പഴപ്പിനിടയിൽ ചുരുണ്ട് കൂടി ഇങ്ങനെ ഇരുന്നു. फिर एक दिन उस पक्षी के जी में न मालूम क्या आया, പിന്നീട് ഒരു ദിവസം ആ പക്ഷിയുടെ മനസ്സിലേക്ക് എന്താണ് സംഭവിച്ചെന്നറിയില്ല അല്ലേ, എന്താണ് വന്നതെന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഗാഡിവാല എന്ത് ചെയ്യാറുണ്ട്? അവനെ ചതിക്കാറുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് അവനിനി ഉയരങ്ങളിലേക്ക് പറന്ന് തൻ്റെ ആഹാരം തിരയാനുള്ള ശക്തി അവന് ഇപ്പോൾ ഇല്ല. എന്നിട്ട് പോലും അവന് എന്തില്ല? ഷൗക്ക്, എന്തിൻ്റെ? ദിമക്കിനോടുള്ള ഷൗക്ക്, അതിയായ ടേസ്റ്റ്, അതായത് അതിനോടുള്ള ഭ്രമം അതിന് ഇതുവരെയും തീർന്നിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, എന്താണ് എന്ന് ഇതിന് തന്നെ അറിഞ്ഞുകൂടാ. അതെന്ത് ചെയ്തു? ഉൻകെ ഇക്കട്ട കർണേലേക്ക, ഇക്കട്ട മീൻസ് ചിക്കിച്ചിരഞ്ഞു, അത് കളക്ട് ചെയ്യുക. ഇക്കട്ട മീൻസ് കളക്ട് ചെയ്യുക, ശേഖരിച്ചിട്ട്. അബു ഉസ്കെ പാസ് ദിമക്കോം കെ ടേർ ഹോ ഗയ, അവൻ എന്ത് ചെയ്ത്? ചിതറുകളെ പെറുക്കി തിന്നുകയും ചെയ്തും അവയെ ശേഖരിക്കുവാനും തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത്? ഇപ്പോൾ അതിൻ്റെ കയ്യിൽ എന്തുണ്ട്? പാസ് ദിമക്കോം കെ ടേർ ഹോ ഗയ, അതിൻ്റെ പക്കൽ ചിതറുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. ടേർ മീൻസ് കൂമ്പാരം. അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഖാനേക്കെ ബജായ ഉനെ ഇക്കട്ട കർണേലക്ക, അതായത് ഖാന അതിനെ പിടിച്ച് തിന്നുകയും ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവ ശേഖരിച്ച് വെച്ച് ഒരു കൂമ്പാരം പോലെ ആക്കിയിട്ടുമുണ്ട്. फिर एक दिन एक वह गाड़ी वाला दिखाई दिया, पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाला और गाड़ी वाला, मैं कब से तुम्हारा इंतजार कर रहा था. ഒരു ദിവസം എന്ത് ചെയ്ത്? പെട്ടെന്ന് ആ വണ്ടിക്കാരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദിഖായി ദിയ, അവനെ കാണാനിടയായി. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി, പക്ഷിക്ക് വളരെ സന്തോഷമായി അല്ലേ. ഉസ്കെ പുകാർക്കർ എന്ന് വെച്ചാൽ ഉറക്കെ വിളിച്ചു. എന്ത് വേണേ വിളിച്ചത്? ഗാഡിവാലോ ഗാഡിവാല, അത് വണ്ടിക്കാരെ എന്ന്
അത് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു. മേ കബ് സെ തുമാര ഇന്തസാർ കർ രഹാ ഥാ, ഞാൻ എന്നു മുതൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പഹഞ്ചാനി ആവാസ് സുൻകർ ഗാഡി വാല രുക്ക് ഗയ. തബ് പക്ഷി ने कहा, देखो मैम ने कितनी सारी दिमको जमा कर ली है. गाड़ी वाला को पक्षी की बात समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं. എന്തുവാണ് ചോദിച്ചത്? പഹഞ്ചാനി ആവാസ് സുൻകർ ഗാഡിവാല രുക്ക ഗയ. എന്തുവാ പറഞ്ഞത്? ഒരു പരിചയമുള്ള ശബ്ദമാണ് അദ്ദേഹത്തിന് പഹഞ്ചാനി എന്ന് വെച്ചാൽ തിരിച്ചറിയുക അല്ലേ. ഗാഡിവാലയ്ക്ക് ആ ശബ്ദം സുൻകർ കേൾക്കുക, ആവാസ് ശബ്ദം, ആ ശബ്ദം പരിചയമുള്ള ശബ്ദം കേട്ട് വണ്ടിക്കാരൻ എന്ത് ചെയ്തു? അവിടെ രുഗയ, അവിടെ നിന്നു. തബ് പക്ഷീനെ കഹ, അപ്പോൾ പക്ഷി എന്തോ പറഞ്ഞു? ദേഖോ മേംനെ കിത്നി സാരി ദിമക്കോം ജമാക്കർ ലീ ഹേ. നോക്കൂ, ഞാൻ എത്ര ചിതകളെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ, ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഗാഡിവാലാക്കോ പക്ഷിക്ക് ബാത് സമച്ച് മേ നഹിയായ. വണ്ടിക്കാരന് പക്ഷി പറഞ്ഞൊന്നും മനസ്സിലായില്ല അല്ലേ. ഉസ്നെ സിർഫ് ഇത്തന കഹ, അദ്ദേഹത്തിന് ഇത്രമാത്രം മനസ്സിലായി, ഇത്രമാത്രം പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞത്? തോമേ ക്യാ കരൂ, അതിന് ഞാൻ എന്ത് ചെയ്യണം? നീ ഇത്രയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ഗാഡിവാല പറഞ്ഞു. ഏ മേരി ദിമക്കോം ലേ ലോ ഓർ മേരെ പങ്ക് മുച്ചേ വാപ്പസ് കർ ദോ, പക്ഷിനെ ജവാബ് ദിയ. ആ പക്ഷി എന്തോ പറഞ്ഞേ? എൻ്റെ ഈ ചിതലുകളെ നീ എടുത്തോളൂ, എൻ്റെ തൂവലുകൾ എനിക്ക് തിരിച്ചു തരൂ. പക്ഷി മറുപടി പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയാണ് പക്ഷി എന്ത് ചെയ്തത്? ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചത്. അതിന് തിന്നാനുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു എന്നാണ് നമ്മുടെ കവി ഇതുവരെ പറഞ്ഞത് അല്ലേ. അതിന് ഇഷ്ടവുമുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആര് ചതിക്കുമായിരുന്നു? ഗാഡിവാല ചതിക്കുമായിരുന്നു അല്ലേ. പക്ഷെ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആകാശത്തുകൂടി സന്തുലനം ചെയ്ത് പറക്കുവാൻ അതിന് കഴിയുന്നില്ല. ഗാഡിവാല ടടാക്കർ ഹംസ് പടാ. ഉസ്നെ കഹാ, बेवकूफ, मैं दिमक के बदले पंग लेते हूँ, पंग के बदले दिमक नहीं. गाड़ी वाला ने पंग शब्द पर बहुत जोर दिया था. गाड़ी वाला चला गया. पक्षी चटपटाकर रहा गया. एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई. तब उस पक्षी का खून टपक टपक कर जमीन पर भूतों की लकीर बना रहा था. ഗാഡിവാല ടഡാക്കർ, ഗാഡിവാല അട്ടഹസിച്ചു അല്ലേ. അട്ടഹസിച്ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കി വിരിച്ചു. എന്താണ് വിളിച്ചത്? വിഡ്ഡി, ബേവ്കൂഫ്, വിഡ്ഡി. എന്നിട്ട് എന്തോ പറഞ്ഞേ? മേൻ ദിമക്ക് കെ ബദലെ പങ്ക് ലേത്തെ ഹും, പങ്ക് കെ ബദലെ ദിമക്ക് നഹി. ഞാൻ ചിതലുകൾക്ക് പകരം തൂവലുകളാണ് എടുക്കുന്നത്, തൂവലുകൾക്ക് പകരം ചിതലല്ല. ഗാഡിവാല ക പങ്ക് ശബ്ദ്, ഗാഡിവാല ആ ചിറക് എന്നതിന് പ്രത്യേക ഊന്നൽ നൽകിയാണ് ഇവിടെ പറഞ്ഞത്. ഗാഡിവാല ചലാഗയ, എന്നിട്ട് ഗാഡിവാല അങ്ങ് പോയി. പക്ഷി ചട്പടാക്കർ, പക്ഷി സ്തംഭിച്ചു പോയി. കാരണം പക്ഷി എന്ത് ചെയ്തതാണ്? മരത്തിന് മുകളിൽ നിന്ന് അത് താഴെ ഇറങ്ങിയിട്ട് എവിടെ പോയിരുന്നു? ഘാസ് അല്ലെ, ഘാസ് കെ ഏക്ക് ലഹരേ കൂഞ്ചെ. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഒരുപാട് അല്ലേ, ദിമക്ക് കെ ടേർ, ഒരു കൂമ്പാരം പോലെ പുൽത്തടുകൾക്ക് ഇടയിൽ പോയി ചുരുണ്ടുകൂടി ഇരുന്നു കൊണ്ട് കുറച്ച് ചിതലുകളെ ഭക്ഷിക്കുകയും ബാക്കി ചിക്കി ചികഞ്ഞ് കളക്ട് ചെയ്ത് വലിയൊരു കൂമ്പാരം പോലെ ആക്കി വെക്കുകയും ചെയ്തു. ആ സമയത്താണ് അപ്രത്യക്ഷമായിട്ട് ആര് വരുന്നത്? ഗാഡിവാല വരുന്നത് അല്ലേ. പക്ഷിക്കോ ബഡി ഖുഷി ഹേ അല്ലേ, പക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഗാഡിവാലയെ വിളിച്ച് എന്തുവാ പറഞ്ഞത്? ദേഖോ മേംനെ കിത്തനി സാരി ദിമക്കയും ജമാക്കർ ലീ ഹേ അല്ലേ. നോക്കൂ, ഞാൻ എന്തോരം ദിമക്കയാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ എന്ന് അത്ര സന്തോഷത്തോടു കൂടി പറഞ്ഞതാ. എന്തിനു വേണ്ടിയായിരുന്നു? ഏ മേരി ദിമക്ക് ലേലോ ഓർ മേരെ പങ്കുമുച്ചെ വാപ്പസ് കർദോ. ഞാൻ ഈ ചിതലുകളെല്ലാം നിങ്ങൾക്ക് തരാം, എൻ്റെ പകരം എൻ്റെ ചിറകുകളെല്ലാം തിരിച്ചു തരൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയായിരുന്നു പക്ഷി എന്ത് ചെയ്തത്? ഈ ചിതലുകളെല്ലാം ശേഖരിച്ചു വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കി അദ്ദേഹം അങ്ങ് പോയി. ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഏക് ദിൻ ഏക് കാലി ബില്ലിയായി ഗയി. ഇതിന് പക്ഷികൾക്ക് സാധാരണ ചിറകുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉയരങ്ങളിലൂടെ പറക്കാനും അല്ലേ മറ്റ്
ജീവികളിൽ നിന്നും രക്ഷ നേടാൻ പെട്ടെന്ന് അതിന് പറന്നു പോകാനും രക്ഷ നേടാനും വേണ്ടിയാണ് ചിറകുകൾ സാധാരണ പക്ഷികൾക്ക് ഉള്ളത് അല്ലേ. ഇതിന് ഒരു കാലിബില്ലി, ഒരു കറുത്ത പൂച്ച വന്ന് തൻ്റെ വായിൽ അതിനെ കടിച്ചമർത്തി. അതിന് പറന്നു പോകാൻ കഴിയുമായിരുന്നോ? ഇല്ല, കടിച്ചമർത്തി നടന്നുപോയി. അപ്പോൾ ആ പക്ഷിയുടെ രക്തം അല്ലേ തുള്ളി തുള്ളിയായി നിലത്ത് വീണ് ഒരു രേഖയായി അല്ലേ. ലക്കിർന്ന് വെച്ചാൽ വര, ഒരു വര പോലെ ഭൂമിയിൽ പതിച്ചുകൊണ്ടേയിരുന്നു. ബുധോ മീൻസ് തുള്ളി തുള്ളിയായിട്ട് താഴേക്ക് കൂടെ പോയിക്കൊണ്ടിരുന്നു. അതായത് ആ പക്ഷി മരിച്ചുപോയി അല്ലേ. ഇവിടെ കവി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, കഠിനമായി അധ്വാനിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് നമ്മുടെ വിജയമന്ത്രം എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ അലസ നിറഞ്ഞൊരു മനസ്സുള്ളൊരു പക്ഷിയായിരുന്നു നമ്മുടെ നൗജവാൻ പക്ഷി. ഇത്രയാണ് ആ സ്റ്റോറി. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾ കണ്ടിന്യൂ വായിച്ചു നോക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നെക്സ്റ്റ് വീഡിയോസിൽ ടീച്ചർ ഇടുന്നതായിരിക്കും. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യുക, കമൻറ്റ് കൊടുക്കുക. ഓക്കെ, ബൈ.